ഹലോ. ഇപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് എനിക്കൊരു വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു എൻഗേജ്മെൻറ്റ് വർക്ക്. അപ്പോൾ അതിനുള്ള സാധനങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൾ വരാൻ ഇത്തിരി ലേറ്റായി, നമ്മുടെ എൻഗേജ്മെൻറ്റ് കുട്ടി വരാനായിട്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ ആ സമയത്ത് ഞാനും മോളും കൂടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. മോള് കൂട്ടി ഇരുന്നിട്ട് ഞാനിത് കളിക്കുവാണ്. അവൾ ചിരിയുണ്ടോ, അതാണ് എൻ്റെ ഒരു എനർജി പോയിൻ്റ് കേട്ടോ. നമ്മളാൾ വന്നപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഹെയർ എല്ലാം സെറ്റ് ചെയ്ത് വിട്ടു. ആൾക്ക് കുറച്ച് ലെങ്ത്ത് ഹെയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യുന്നത്, എനിക്ക് കുറച്ചധികം സമയമെടുക്കും ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള സമയത്താണ് ഞാൻ എല്ലാ കസ്റ്റമറോടും വരാൻ പറയാറുള്ളത്. ഫേസ് മേക്കപ്പ് സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ്, ഓവറൊന്നും വേണ്ട. ആളുടെ മുഖത്ത് ചെറിയ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. വേറെ ഒരുപാട് ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളും കംഫർട്ടായിരുന്നു അവൾക്ക് ചെയ്യാനായിട്ട് കേട്ടോ. എൻ്റെ പാർലർ എവിടെയാണെന്ന് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചായിരുന്നു. എൻ്റെ പാർലർ വരുന്നത് എഴുപുന്നേ എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് ആലപ്പുഴ ജില്ലയാണ്. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ എളുപ്പം പോയി വരാനും ട്രാവലിങ്ങിന് ഏറ്റവും കൂടുതൽ എളുപ്പം എന്ന് പറയുന്നത് എറണാകുളത്തോട്ടാണ്. പാർലറിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മളത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. നമ്മുടെ പാർലറിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് എല്ലാവരും ഒരുങ്ങി നടക്കണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരുങ്ങാനായിട്ട് ഒരുപാട് കാശ് വേണ്ടി വരും എന്ന് ഓർത്തിട്ട് മാത്രം ഒരുങ്ങാതിരിക്കുകയും പാർലറിൽ പോകാതിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ അഫോർഡബിൾ റേറ്റിൽ, അതായത് കസ്റ്റമറുടെ ഒരു ഏകദേശ ബഡ്ജറ്റ് എത്രയാണോ അതിനനുസരിച്ചുള്ള വർക്ക് നമ്മൾ ചെയ്തു കൊടുക്കും. റേറ്റ് കുറവാണ് എന്ന് കരുതി നമ്മൾ ഒരിക്കലും പ്രൊസീജിയറിലോ, ഏത് ഫേഷ്യൽ ചെയ്യുകയാണെങ്കിലും ഏത് വർക്ക് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ പ്രൊസീജിയറിൽ ഒരിക്കലും ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല ഇതുവരെ, ഇനി ചെയ്യുകയുമില്ല. നമ്മൾ ഒരു തീം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഒരുങ്ങി നടക്കണം, അതാണ്. എല്ലാവരും സുന്ദരന്മാരായിട്ടിരിക്കണം. നമ്മളിപ്പോൾ പാർലർ നോർമലി ലേഡീസ് ആൻഡ് കിഡ്സ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ പതിയെ മെൻസും കൂടെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഷെയർ ചെയ്താലേ നമുക്ക് വീഡിയോസൊക്കെ ഇനി ഇടാൻ പറ്റുള്ളൂ, കൂടുതൽ നല്ല വീഡിയോസൊക്കെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.